السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله الأمين وعلى آله وصحبه أجمعين. ما بعد، اللهم اغفر لنا ولمشايخنا وللوالدين. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹത്താൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങൾ പറയാൻ വേണ്ടിയുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മളിൽ നിന്നും അത് സ്വീകരിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ട അല്പം ചില വിശദാംശങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സമയത്ത് നടന്ന അത്ഭുതകരമായ കാര്യങ്ങൾ, അതേപോലെ ജനിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് വെക്കുന്നതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും അത് നമ്മൾ പറഞ്ഞപ്പം ചെറിയൊരു നാവിലെ പിഴ പറ്റിയിട്ടുണ്ടായിരുന്നു. അബ്ദുൽ മുത്തലിബാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പേര് വെച്ചത്. പക്ഷെ നമ്മൾ പറയുമ്പോൾ അബൂ താലിബ് എന്ന് പറഞ്ഞു പോയി, അത് മാറിപ്പോയതാണ്. പലരും കമൻറ്റിൽ അത് സൂചിപ്പിച്ചിട്ടും കണ്ടിട്ടുണ്ട്. ജസാക്കുമുല്ലാഹു ഖൈറ. കമൻറ്റിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരുമ്പോൾ വലിയ സന്തോഷമാണ്. കാരണം നിങ്ങളും ഇതൊക്കെ ശ്രദ്ധിക്കുന്നു എന്നതിൻ്റെ തെളിവാണല്ലോ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നോ അല്ലെങ്കിൽ നാളെയൊക്കെ ആയിട്ട് ബാക്കിയുള്ള 2-3 പാർട്ടുകളുടെ ചോദ്യവും നിങ്ങളുടെ മുന്നിൽ എത്തും. എല്ലാവരും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഒക്കെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കാം, അത് വെച്ച് ജോയിൻ ചെയ്യാം. ഗ്രൂപ്പിൽ ചോദ്യങ്ങൾ വരും. ചോദ്യങ്ങൾ വരുമ്പോൾ സ്വന്തം അറിവ് പരിശോധിക്കാൻ വേണ്ടി മാത്രമാണ്. ഓപ്ഷൻസ് ഉണ്ടാവും, ഉത്തരം ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കും. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എല്ലാം ഒന്ന് മനസ്സിലിരുത്തി പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുത്ത് ഒന്ന് പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഫുള്ള് മാർക്ക് തന്നെ കിട്ടും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഈ ക്ലാസ്സിൽ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാലുകുടിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെയാണ് പറയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുത്തെ ഉമ്മ മാത്രമല്ല പാൽ കൊടുത്തത്, ആമിന ബീവി മാത്രമല്ല പാൽ കൊടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുർളിഅത്ത് അല്ലെങ്കിൽ മുർളിആത്ത് എന്നാണ് പാൽ കൊടുക്കുന്ന സ്ത്രീകൾക്ക് സാധാരണ പറയാറുള്ളത്. 3 പേരാണ് മുർളിആത്തായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുള്ളത്. ഒന്ന് ഉമ്മ ആമിന ബീവി തന്നെ. രണ്ടാമത്തത് അബൂലഹബിൻ്റെ ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു. പിന്നീട് അബൂലഹബ് മോചിപ്പിച്ച ഒരു അടിമ സ്ത്രീ, സുവൈബ എന്നാണ് ആ സ്ത്രീയുടെ പേര്. അവരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പാൽ കൂട്ടിയിട്ടുണ്ട്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുന്നേ ഹംസ റളിയല്ലാഹു അൻഹുവിനും പാൽ കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം അബൂ സലമ റളിയല്ലാഹു അൻഹുവിനും പാൽ കൊടുത്തിട്ടുണ്ട്. അബൂ സലമയെ നമുക്കറിയാം, ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവാണ്. അബൂ സലമ വഫാത്തായതിനു ശേഷമാണ് പിന്നീട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുന്നത്. ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽപ്പെട്ട സ്ത്രീയാണ്, നമ്മുടെ ഉമ്മയാണ് റളിയല്ലാഹു അൻഹ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരന്മാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, ആണുങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് ഹംസ റളിയല്ലാഹു അൻഹു പെട്ട്, അതേപോലെ തന്നെ അബൂ സലമ റളിയല്ലാഹു അൻഹു പെട്ട്. ഇനിയും നമ്മൾ പറയും. അപ്പോൾ ആദ്യത്തെ മുലകുടി കൊടുത്ത സ്ത്രീ ആമിന ബീവി, രണ്ടാമത്തത് സുവൈബ അബൂലഹബിൻ്റെ അടിമ സ്ത്രീ, മൂന്നാമത്തതാണ് ഹലീമ ബീവി റളിയല്ലാഹു അൻഹ, ഹലീമ അസ്സഅദിയ, ബനു സഅദ് ഗോത്രത്തിൽപ്പെട്ട ഹലീമ അസ്സഅദിയ. ഒരു പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള, എന്നെ ഏറെ ആകർഷിച്ചൊരു സംഭവം ഏതാണെന്ന് ചോദിച്ചാൽ അതിൽ പ്രധാനമായിട്ട് ഞാൻ എണ്ണി പറയാൻ ഉദ്ദേശിക്കുന്ന ഒന്ന്, ഹലീമ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ച് തൻ്റെ ഗോത്രത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ ചരിത്രം അവർ തന്നെ വളരെ വിശദമായിട്ട് റിവായത്ത് ചെയ്യുന്നത് ഇബ്നു ഇസ്ഹാഖും മറ്റും ഉദ്ധരിക്കുന്നുണ്ട്. വളരെ രസമുള്ള, നമുക്ക് വളരെ സന്തോഷം നൽകുന്ന, നമുക്ക് ഒരുപാട് പാഠങ്ങൾ പകർന്ന് നൽകുന്ന ഒരു സംഭവം അത്. ഇന്ന് ഇൻഷാ അല്ലാഹ് ആ സംഭവത്തെക്കുറിച്ച് നമുക്ക് വിശദമായി പറയാം. അപ്പോൾ മൂന്നാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോറ്റുമ്മ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ പാൽ കൊടുത്ത സ്ത്രീ ഹലീമ ബീവിയാണ്. ഹലീമ ബീവിയുടെ ശ്രേഷ്ഠതയും സ്ഥാനമൊക്കെ ഇൻഷാ അല്ലാഹ് ഈ സംഭവം പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് യഥാർത്ഥ രീതിയിൽ മനസ്സിലാവും. അപ്പോൾ അവർ പറയുക, ഞങ്ങൾ ബനു സഅദ് ഗോത്രം എന്ന് പറഞ്ഞാൽ ഏകദേശം മക്കയിൽ നിന്ന് 100-150 കിലോമീറ്റർ ദൂരമുണ്ട്. തായിഫിൻ്റെ ഒക്കെ കുറച്ച് അപ്പുറത്തായിട്ടാണ് ആ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ആ ബനു സഅദ് ഗോത്രത്തിൽ ആ വർഷം അതിവരൾച്ചയുടെ ക്ഷാമത്തിൻ്റെ വർഷമായിരുന്നു. സാധാരണഗതിയിൽ ആടിനെയും ഒട്ടകത്തെയൊക്കെ പോറ്റി ജീവിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വെള്ളമില്ലാത്തതിൻ്റെ പേരിൽ, പച്ചപ്പില്ലാത്തതിൻ്റെ പേരിൽ ആടുകൾക്ക് മെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല.
അതുകൊണ്ട് തന്നെ അതിലൂടെ കിട്ടുന്ന പാലും മറ്റും കിട്ടാതായപ്പോൾ കഠിനമായ ദാരിദ്ര്യം നമ്മളെ ബാധിച്ചു. അങ്ങനെ ഈ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ചെറിയൊരു മോചനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് സ്ത്രീകൾ മക്കത്തേക്ക് പോയിട്ട് മുലകുടി പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ ഏറ്റുവാങ്ങിക്കൊണ്ട് ഞങ്ങളുടെ ഗ്രാമത്തിൽ കൊണ്ടുവന്ന് അവരെ മുലയൂട്ടി അതിലൂടെ കിട്ടുന്ന വേതനം കൊണ്ട് ഞങ്ങളുടെ ദാരിദ്ര്യം കുറക്കാമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മക്കത്തേക്ക് ഞങ്ങൾ പുറപ്പെട്ടു. അന്ന് മക്കയിലൊക്കെ ഉണ്ടായിരുന്ന രീതി, സാധാരണ ജനിച്ച് വീണ ഉടനെ ആ കുട്ടിയെ ഇങ്ങനെ ഗ്രാമങ്ങളിലേക്ക് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് അയക്കുമായിരുന്നു. 1-2 വർഷം ഗ്രാമത്തിൽ പോയി നിന്നിട്ട് തിരിച്ചു വരുന്ന ഒരു രീതി അന്ന് മക്കത്ത് നിലവിലുണ്ടായിരുന്നു. കാരണം എന്താ, മക്ക എന്ന് പറഞ്ഞൊരു പട്ടണമാണ്, പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകളും ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് ഒരുപാട് രോഗങ്ങളും മറ്റുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കുട്ടി ആദ്യത്തെ 2 വർഷം ഗ്രാമപ്രദേശത്ത് വളരുമ്പം ആ നല്ല പ്രകൃതിയുടെ ആ പ്രകൃതിയുടെ ആ ഒരു അന്തരീക്ഷത്തിൽ അത് നല്ല ശുദ്ധവായുവൊക്കെ ശ്വസിച്ചുകൊണ്ട് വളരാൻ വേണ്ടി കുട്ടിക്ക് സാധിച്ചാൽ നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള വളർച്ച ആ കുട്ടിക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ ഗ്രാമത്തിലുള്ള രോഗത്തിൽ നിന്നൊക്കെ അവന് ഒരുപാട് വിദൂരമായിരിക്കും. അതേപോലെ അവൻ്റെ ഭാഷ, നല്ല ശുദ്ധിയുള്ള ഭാഷ അവന് കൈവരിക്കാൻ വേണ്ടി കഴിയും. പട്ടണത്തിലാവുമ്പം ഒരുപാട് പിന്നെ അന്യദേശത്തിലെ ഭാഷകളും കൂടിക്കലർന്നിട്ടുള്ള ശുദ്ധമായ ഭാഷയായിരിക്കില്ല. അത് നമുക്ക് തന്നെ നമ്മുടെ നാട്ടിലെ അവസ്ഥകളൊക്കെ എടുത്തു വെച്ച് നോക്കിയാൽ. പക്ഷേ ഗ്രാമത്തിൽ അങ്ങനെയല്ല, ശുദ്ധമായ അറബി അവന് പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ ഗ്രാമത്തിൽ വളരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് ഇങ്ങനെയുള്ള ഒരുപാട് ശാരീരികമായ അല്ലെങ്കിൽ ആരോഗ്യപരമായ ഭാഷാപരമായൊക്കെ പിന്നെ ഒറ്റയ്ക്കുള്ള ജീവിതം പഠിക്കും. അവന് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ പക്വത പെട്ടെന്ന് തന്നെ അവൻ്റെ ജീവിതത്തിലേക്ക് വരാനുള്ള കാരണമായി മാറും. ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഗ്രാമത്തിൽ വളരുന്നതിൻ്റെ പേരിലുള്ളത് കൊണ്ട് മക്കക്കാരായ ആളുകൾ ഇങ്ങനെ കുട്ടികളെ ഗ്രാമത്തിലേക്ക് മുലകുടിക്കാൻ വേണ്ടിയിട്ട് അയക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ സ്വീകരിക്കാൻ വേണ്ടി ഹലീമ ബീവി പറയാ, ഞങ്ങൾ ഏകദേശം 10-15ഓളം പെണ്ണുങ്ങൾ ഒരു സംഘമായിട്ട് മക്കത്തേക്ക് യാത്ര ചെയ്തു. എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഭർത്താവ് ഹാരിസുമുണ്ട്. ഓർക്കണം, ഹലീമ ബീവിയുടെ ഭർത്താവിൻ്റെ പേര് ഹാരിസ് ഇബ്നു അബ്ദുൽ ഉസ്സ എന്നാണ്. എൻ്റെ ഒരു മുലകുടി പ്രായത്തിലെത്തിയ ഒരു മകനുണ്ട്. ആ മകൻ്റെ പേര് അബ്ദുള്ള ഇബ്നുൽ ഹാരിസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാൻ്റെ പേരുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തിയിട്ട് ആലോചിച്ചാൽ മതി. ഈ മുലകുടി പ്രായത്തിലുള്ള കുട്ടി, ഹലീമ ബീവിയുടെ കുട്ടി മകൻ അബ്ദുള്ള ഇബ്നുൽ ഹാരിസ്. ഞങ്ങൾ 3 പേരും ഈ സംഘത്തിൻ്റെ കൂടെ യാത്ര തിരിച്ചു. ഞങ്ങളുടെ അവസ്ഥ അവർ പറയുകയാണ്, ഏകദേശം ഞാൻ ആ റിവായത്ത് അങ്ങനെ തന്നെ വായിച്ച് അർത്ഥം വെക്കാൻ വേണ്ടി ശ്രമിക്കുക, കാരണം അത്രയും രസമുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് അല അഥാനിൻ ലി ഖംറ, ഒന്നുകിൽ പച്ചയോടടുത്ത് നിറമുള്ള, അതല്ലെങ്കിൽ ഫുള്ളായിട്ട് വെളുപ്പല്ലാത്ത, കുറച്ച് വെളുപ്പും ബാക്കിയുള്ള കളറുകളും മിക്സായ ഒരു പെണ്ണ് കഴുതയുടെ മേലെയാണ് ഞാനും എൻ്റെ ഭർത്താവും യാത്ര ചെയ്യുന്നത്. അതാണെങ്കിലോ വഖദ് അജ്മത് അതാനുന, ഞങ്ങളുടെ ഈ കഴുതയുടെ കാല് താഴെ ഇങ്ങനെ ഒരഞ്ഞു പോയതിൻ്റെ പേരിൽ അതിൻ്റെ മുട്ടും മറ്റും മുറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ പെൺകഴുത വളരെ സാവധാനത്തിലാണ് യാത്ര ചെയ്തിരുന്നത്. പലപ്പോഴും ഞങ്ങൾ കാത്തിട്ട് ബാക്കിയുള്ള ആളുകൾ കാത്തു നിൽക്കേണ്ട അവസ്ഥ എത്തി. കാരണം ഞങ്ങളുടെ കഴുതയ്ക്ക് അവരുടെ കൂട്ടത്തിൽ സ്പീഡിൽ പോകാൻ കഴിയുന്നില്ല. പല സ്ഥലങ്ങളിലും അവരിങ്ങനെ എത്തിയിട്ട് ഞങ്ങളിങ്ങനെ കാത്തുക്കും. ഞങ്ങളുടെ ഈ പിന്നെ കഴുതയാകട്ടെ വളരെ പതുക്കെ സാവധാനം വന്ന് അവരുടെ കൂടെ ചേരുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. എന്നിട്ട് അവർ പറയാം, ഓമായി ബിർ റക്ബി ഷാരിഫുൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രായം ചെന്ന ഒരു ഒട്ടകവും ഉണ്ടായിരുന്നു. വല്ലാഹി മാ തബിദ്ദു ബിഖത്രത്തി ലബനിൻ, ആ ഒട്ടകത്തിൻ്റെ പ്രത്യേകത ഒരു തുള്ളി പാല് പോലും ആ ഒട്ടകത്തിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നില്ല. എല്ലാം ശ്രദ്ധിക്കണേ, ഒറ്റ തുള്ളി പാല് തരാത്ത വയസ്സായ അങ്ങേറ്റത്തെത്തിയ ഒരു ഒട്ടകവും ഉണ്ടായിരുന്നു. മൊത്തത്തിലാണെങ്കിലോ വരൾച്ചയുടെ വർഷമാണ്. ജനങ്ങളൊക്കെ വിശന്ന് വലഞ്ഞ് അവർക്ക് സഹികെട്ടൊരവസ്ഥയിലേക്ക് അവർ എത്തിയിട്ടിരിക്കുകയാണ്. ഒമൈ ഇബ്നുല്ലി, എൻ്റെ കൂടെയാണെങ്കിൽ എൻ്റെ സ്വന്തം മകനുണ്ട്. മകൻ്റെ പേരെന്താ? അബ്ദുള്ള ഇബ്നുൽ ഹാരിസ്. വല്ലാഹി മാ യനാമു ലൈലന, ആ കുട്ടിയാകട്ടെ രാത്രി ഒന്നും ഉറങ്ങുന്നില്ല. കാരണം കുറേ നാളായി ഭക്ഷണം കഴിക്കാതെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന പട്ടിണിയിൽ കഴിയുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ 2 മാറിലും പാലില്ല, പാല് പറ്റിയിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ പാല് കൊടുക്കാനില്ലാത്തതിൻ്റെ പേരിൽ ഞങ്ങളുടെ യാത്രയിലുടനീളം രാത്രി ഈ കുട്ടി ഉറങ്ങുകയില്ലായിരുന്നു. വല്ലാഹി മാ അജിദു ഫീ യദി ഷൈഅൻ ഉഅല്ലിലു ബിഹി, അവനെ കളിപ്പിക്കാൻ വേണ്ടി, അവൻ്റെ ഈ കരച്ചിൽ നിർത്താൻ വേണ്ടി കൊടുക്കാൻ എൻ്റെ കയ്യിലാണെങ്കിൽ ഒന്നുമില്ല. ഇല്ല അന്ന നർജുൽ ഗൈസ് വക്കാനത്ത് ലനാ ഗനമുൻ ഫനഹ്നു നർജു, പക്ഷെ എന്നാലും അള്ളാഹുവിൻ്റെ സഹായം ഞങ്ങൾക്കുണ്ടാവും, മഴയൊക്കെ ഞങ്ങൾക്ക് കിട്ടുമെന്നൊരു ചെറിയ പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഫലമ്മ ഖദിംന മക്ക, അങ്ങനെ ഞങ്ങൾ മക്കത്തെത്തി. ഓരോരുത്തരും നല്ല കുട്ടികളിങ്ങനെ അന്വേഷിച്ച് നടന്നു. എന്നിട്ട് പറയാം, ഫമ ബഖിയ മിന്ന അഹദുൻ ഇല്ല ഉരിദ അലൈഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഈ സ്ത്രീകളുടെ എല്ലാവരുടെയും മുന്നിൽ ആമിന ബീവി പോയിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമർപ്പിച്ചു.
ആ സമർപ്പിച്ച ഉടനെ എല്ലാവർക്കും ഈ മുഖത്തിൽ തിളക്കവും ആ ഐശ്വര്യമൊക്കെ കണ്ടിട്ട് ആ കുട്ടിയെ എടുക്കണമെന്ന് ആഗ്രഹം തോന്നിയെങ്കിലും ഫകരിഹത്തു, മുഴുവൻ ആളുകളും ആ കുട്ടിയെ വേണ്ടാന്ന് വെച്ചു, തള്ളിപ്പറഞ്ഞു, ഞങ്ങൾക്ക് പറ്റൂല എന്ന് പറഞ്ഞു. എന്തിൻ്റെ പേരിലാണെന്നറിയോ? ഫക്കുൽന, ഞങ്ങൾ ഓരോരുത്തരും ഇന്നഹു യതീം, ഓനൊരു യതീമല്ലേ. കാരണം ഞങ്ങളൊക്കെ ഈ കുട്ടിയെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഈ ദാരിദ്ര്യത്തിൻ്റെ സമയത്ത് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകുന്നത് ആ കുട്ടിയുടെ ഉപ്പയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ലേ. ഇവൻ്റെ ഉമ്മ ഇവൻ്റെ ഉപ്പാപ്പയൊക്കെ കൂടിയിട്ട് ഞമ്മക്ക് എന്ത് തരാനാ, അതുകൊണ്ട് ഈ ഉപ്പയില്ലാത്ത കുട്ടിയെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഓരോ സ്ത്രീയും ആ കുട്ടിയെ കണ്ടുവെങ്കിലും ഒരാൾ പോലും സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായില്ല. ഹലീമ ബീവി പറയാം, എൻ്റെ അടുക്കലും ആ കുട്ടിയെ കൊണ്ടുവരപ്പെട്ടു. പക്ഷേ അവൻ യതീമായോണ്ട്, ഉപ്പയില്ലാത്ത കുട്ടിയായോണ്ട്, ആ ഉപ്പയിൽ നിന്നൊന്നും ഉമ്മയിൽ നിന്നും ആ ഉപ്പാപ്പയിൽ നിന്നും ഒന്നും പ്രത്യേകിച്ച് പ്രതീക്ഷിക്കാനില്ലാത്തതുകൊണ്ട് ഞാനും വേണ്ടാന്ന് വെച്ചു. അല്ലാഹു അക്ബർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ശരിക്കും ആലോചിക്കണം. ഒരുപാട് വേദനകൾ സഹിക്കുന്ന, ഒറ്റപ്പെടൽ സഹിക്കുന്ന, എന്നെ കേൾക്കാൻ, എൻ്റെ വിഷമം കേൾക്കാൻ, എൻ്റെ പ്രയാസം മനസ്സിലാക്കാൻ എൻ്റെ ഭർത്താവ് പോലും ഇല്ലല്ലോ, എൻ്റെ ഉമ്മ പോലും ഇല്ലല്ലോ, എൻ്റെ ഉപ്പ പോലും ഇല്ലല്ലോ, എൻ്റെ മക്കൾ പോലും ഇല്ലല്ലോ, എൻ്റെ ഭാര്യ പോലും ഇല്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് വേദനിക്കുന്ന, ബുദ്ധിമുട്ടിക്കുന്ന മുഴുവൻ ആളുകൾക്കും വലിയൊരു മോട്ടിവേഷനാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്തെങ്കിലും കുറ്റം കാരണമാണോ എല്ലാവരും ഒഴിവാക്കപ്പെടുന്ന അവിടുന്ന്? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉപ്പയില്ല എന്നതിൻ്റെ പേരിൽ, യതീമായിപ്പോയി എന്നതിൻ്റെ പേരിൽ എല്ലാവരാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവഗണിക്കപ്പെടുക, ഒറ്റപ്പെടൽ അതിൻ്റെ ഭീകരമായ രീതിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൊതിയാണ്. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം ശരിക്കും മനസ്സിരുത്തി നമ്മൾ കേൾക്കാൻ തയ്യാറാകണം. ആരൊക്കെ എവിടെയൊക്കെ ഒറ്റപ്പെടുത്തിയാലും ആരുണ്ടാവും നമ്മളെ കൂടെ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. ഹലീമ ബീവി പറയാം, ഞാനും ആ കുട്ടിയെ സ്വീകരിച്ചില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ ബാക്കിൽ, ഇതിൻ്റെ എല്ലാം പിന്നിൽ നമ്മൾ കാണുന്ന ഒരു ഭയങ്കര മാസ്റ്റർ പ്ലാനാണ്, ഒരു വല്ലാത്തൊരു തർത്തീബാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ പിന്നിലൊക്കെ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കുമ്പോൾ മൊത്തത്തിൽ കാണുമെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യകാലത്തെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഇടപെടൽ, അദൃശ്യമായ കരങ്ങൾ വളരെ അത്ഭുതകരമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ബാക്കിയുള്ള കുല്ലു സവാഹിബി അഖദത് റദിഅൻ, എൻ്റെ കൂട്ടത്തിലുള്ള ബാക്കിയുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും കുട്ടിയെ കിട്ടി, എനിക്ക് മാത്രം കുട്ടിയെ കിട്ടിയില്ല. പക്ഷേ യതീമായോണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ എടുക്കാൻ തയ്യാറായില്ല. ഞങ്ങളൊക്കെ തിരിച്ച് ഞങ്ങളുടെ യാത്രാ സാമഗ്രികളുടെ അടുക്കലേക്ക് പോയി. ഇവിടെ നമ്മളൊന്ന് ചെറുങ്ങനെ നിൽക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ മക്കത്താണ് ഉള്ളത്, നമ്മൾ നേരെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്കൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കുക. ചരിത്രത്തിലില്ലെങ്കിലും വരികൾക്കിടയിൽ നമ്മളൊന്ന് വായിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിൻ്റെ അകത്തേക്ക് നമ്മൾ നോക്കിയേ, നെഞ്ചുപൊട്ടിയിരിക്കുന്ന ഒരു ഉമ്മയെ നമുക്കവിടെ കാണാൻ കഴിയും, നെഞ്ചുപൊട്ടിയിരിക്കുന്ന ഒരു ഉപ്പാപ്പയെ നമുക്കവിടെ കാണാൻ കഴിയും. വന്ന സ്ത്രീകളുടെ മുന്നിലൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടി മകനെ എടുത്തു കൊണ്ടുപോയി നൽകിയെങ്കിലും ആ സ്ത്രീകളൊക്കെ യതീമാണെങ്കിൽ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോകുമ്പോൾ ആ ഉമ്മയുടെ മനസ്സ് എത്രമാത്രം പൊട്ടിയിട്ടുണ്ടാവും, എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും, എത്രമാത്രം നൊമ്പരപ്പെട്ടിട്ടുണ്ടാവും. എൻ്റെ മോനെ ആരും സ്വീകരിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും തിരിച്ചുപോയി. ഇനി എന്താകുമെന്ന് ആലോചിച്ചിട്ട് ആ മനസ്സ് എത്രമാത്രം ദുഃഖിച്ചിട്ടുണ്ടാവും. അവരെ വിഷമം കേൾക്കാൻ ആരാ ഉള്ളത്? ഭർത്താവില്ല, ഭർത്താവിൻ്റെ വീട്ടിലാണ് ഉള്ളത്. ഭർത്താവിൻ്റെ ഉപ്പ മാത്രമേ ഇവിടെ ഉള്ളൂ, വേറെ ആരുമില്ല. ആ ഉപ്പാപ്പയുടെ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും. പക്ഷേ പ്രിയമുള്ളവരെ, എത്ര തന്നെ നമ്മൾ ഈ ദുനിയാവിൽ വേദന അനുഭവിക്കേണ്ടി വന്നാലും നമ്മുടെ കൂട്ടത്തിൽ അള്ളാഹു ഉണ്ട്. ഹലീമ ബീവി പറയാം, അങ്ങനെ യാത്രാ സാമഗ്രികളുടെ അടുക്കൊക്കെ എത്തി നമ്മൾ പോകാൻ വേണ്ടി ഉദ്ദേശിച്ചപ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, ഒന്നുമില്ലാതെ തിരിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് വല്ലാഹി ലഅഖുദന്ന ഹാദൽ യതീം മിൻ ബനി അബ്ദുൽ മുത്തലിബ്. എല്ലാവരും ഏതെങ്കിലുമൊക്കെ കുട്ടിയായിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ദൂരത്തുനിന്ന് വന്നതല്ലേ, ആരുമില്ലാതെ തിരിച്ചു പോകുന്നതിനെക്കാട്ടി അബ്ദുൽ മുത്തലിബിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആ കുട്ടിയെയും കൊണ്ട് നമുക്ക് പോയാലോ, ആ യതീമിനെയും കൊണ്ട് നമുക്ക് പോയാലോ. ഫഅസല്ലാഹു അൻ യൻഫഅനാ ബിഹി, ഒരു പക്ഷേ അള്ളാഹു അവനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്താലോ. അതുകൊണ്ട് നമുക്ക് ആ കുട്ടിയെ എടുക്കാമെന്ന് ഞാൻ എൻ്റെ ഭർത്താവിനോട് മശൂറ ചെയ്തു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, ഖദ് അസബ്തി, നീ പറഞ്ഞത് നല്ല അഭിപ്രായമാണ്, ഒരുപക്ഷെ അള്ളാഹു നമുക്ക് ആ കുട്ടിയെ കൊണ്ട് ബറക്കത്ത് ചെയ്തേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമതാണ് ഹലീമ ബീവി മടങ്ങി വന്നിട്ട്, ആദ്യത്തെ പ്രാവശ്യം ഏറ്റെടുത്തില്ല, രണ്ടാമത് മടങ്ങി വന്ന് ആമിനയിൽ നിന്ന് ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ. അതോടുകൂടി അതൊരു ടേണിംഗ് പോയിൻ്റ്, ഒരു ട്വിസ്റ്റാണ്. പിന്നെ ചരിത്രം അങ്ങനെ തന്നെ മാറി മറിയാം. ഹലീമ ബീവിയുടെ ജീവിതം അവിടെ നിന്ന് അങ്ങോട്ട് മാറി മറിയാൻ വേണ്ടി തുടങ്ങും. അത് അവർ തന്നെ പറയട്ടെ. ഫഅഖസ്തുഹു, ഞാൻ ആ പൊന്നുമോനെ എടുത്തു. ഫഅതൈതു ബിഹി റഹൽ, ഞാൻ ആ മകനെയും എടുത്ത് എൻ്റെ യാത്രാ സാമഗ്രികളുടെ അടുക്കിലേക്ക്, യാത്രാ സംഘത്തിൻ്റെ അടുക്കിലേക്ക് വന്നു. ഫവല്ലാഹി മാ ഹുവ ഇല്ലാ അൻ അതൈതു ബിഹി റഹൽ,
ഞാൻ ആ കുട്ടിയും എടുത്ത് എൻ്റെ യാത്രക്കാരുടെ അടുക്കലേക്ക് വന്ന് ആ കുട്ടിയെ എൻ്റെ മടിയിൽ ഇരുത്തിയ ഉടനെ ഫഅംസൈതു അഖ്ബല സദിയായ ബില്ലബൻ, എൻ്റെ 2 മാറുകളും പാലിനാൽ നിറഞ്ഞു കവിഞ്ഞു എന്ന്. സുബ്ഹാനല്ലാഹ്. വേറെ ഒന്നും ചെയ്തില്ല, പ്രോട്ടീൻ കഴിച്ചിട്ടില്ല, വിറ്റാമിൻ കഴിച്ചിട്ടില്ല, ഭക്ഷണങ്ങൾ എന്തെങ്കിലും ഉള്ളിൽ പോയിട്ടില്ല, ഒന്നുമില്ല, വേറെ എന്തെങ്കിലും ഇഞ്ചക്ഷൻ വെച്ചിട്ടില്ല, ഒന്നുമില്ല. ആ പൊന്നുമോനെ ആ പിന്നെ സ്നേഹം തുളുമ്പുന്ന, ഐശ്വര്യം തുളുമ്പുന്ന, ബറക്കത്തുട്ട ആ മകനെ എൻ്റെ മടിയിലേക്ക് എടുത്തു വെച്ച ഉടനെ എൻ്റെ 2 മാറിലും പാലിങ്ങനെ നിറഞ്ഞു കവിഞ്ഞു എന്ന്. ഹത്ത അറുവയത്തു, ഞാൻ ആ മുഹമ്മദിന്, പൊന്നുമോന് സല്ലല്ലാഹു അലൈഹി വസല്ലം വയറ് നിറച്ചു പാല് കൊടുത്തു. ആ അറുവയത്തു അഹാ, ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുലകുടി സഹോദരൻ ആ അബ്ദുള്ള എന്ന് പറഞ്ഞ എൻ്റെ മകനുണ്ടല്ലോ, മകനും കൊടുത്തു. പിന്നെയും ബാക്കി. വഖാമ അബൂഹു, ഈ സമയത്താണ് ഈ കുട്ടിയുടെ, എൻ്റെ കുട്ടിയുടെ ഉപ്പ, അതായത് ഇവരെ ഭർത്താവ്, എന്താ പേര് മറന്നു പോരുത്, ഹാരിസ് എഴുന്നേറ്റ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒന്നിനും കൊള്ളാത്ത വയസ്സായ ഒരു പെണ്ണൊട്ടകം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ആ പെണ്ണൊട്ടകത്തിൻ്റെ അടുക്കലേക്ക് പോയിട്ട് അതിനെ വെറുതെ ഇങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോണ്ട് ഫൈദാ ഹിയ ഹാഫിലുൻ, ഒരു തുള്ളി പോലും പാല് തരാതിരുന്ന, തീരെ ഉപകാരമില്ലാതെ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന ആ പെണ്ണൊട്ടകത്തിൻ്റെ അകിട് മുഴുവനും നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. ഫഹലബഹ, വളരെ സന്തോഷത്തോടുകൂടി എൻ്റെ ഭർത്താവ് അതിനെ കറന്നു. ഫഅർവാനി വറവിയ, ഞാനും ദാഹം മുഴുവനായിട്ട് മാറ്റി, അദ്ദേഹവും ദാഹവും വിശപ്പും ഒക്കെ മാറ്റി. എന്നിട്ട് അദ്ദേഹം എന്നോട് വളരെ സന്തോഷത്തോട് പറഞ്ഞു, യാ ഹലീമ തഅലമീന വല്ലാഹി ലഖദ് അസബ്നാ നസമതൻ മുബാറക. ഹലീമ, നമ്മൾ എടുത്തത് ഒരു മുബാറക്കായ റൂഹിനെ കേട്ടോ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹലീമ, നമുക്ക് പിഴച്ചു പോയിട്ടില്ല, നമ്മൾ എന്തോ ബറക്കത്തുடைய ഒരു നഫ്സിനെയാണ്, ഒരു കുട്ടിയാണ് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത്, നമുക്ക് തെറ്റിയില്ല എന്ന് പറഞ്ഞു. വലഖദ് അഅതല്ലാഹു അലൈനാ മാ ലം നതമന്ന, നമ്മൾ സ്വപ്നം പോലും കാണാത്ത ഭാഗ്യങ്ങളാണ് അവനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയ പ്രിയമുള്ളവരെ, ഇത് ഇന്നത്തെ കാലത്താണെങ്കിൽ മില്യൺ കണക്കിന് വ്യൂസ് അടിക്കേണ്ട സംഭവമല്ലേ, ഫോളോവേഴ്സ് ആകേണ്ട സംഭവമല്ലേ, എത്ര പവർ എന്നൊന്ന് ആലോചിക്കുക. അത്ഭുത ബാലൻ എന്ന പേരിൽ ലോകം മൊത്തം അറിയുമായിരുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരൊറ്റ വരവ് കൊണ്ട് ഉണ്ടാകുന്ന ബറക്കത്ത് ആലോചിച്ച് നോക്കിയേ. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ, മുലകുടി പ്രായത്തിലുള്ള കുട്ടിയായിരിക്കുമ്പോൾ പോലും ഇത്രയും അധികം അദൃശ്യമായ കാര്യങ്ങൾ നടപ്പിലാക്കാൻ അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട്, അവൻ്റെ കഴിവ് കൊണ്ട് സാധിച്ചൊരു നേതാവാണ് നമ്മുടെ നേതാവെങ്കിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഒന്നുകൂടി നിങ്ങളൊന്ന് ആലോചിക്കൂ. ഈ നേതാവിൻ്റെ കൽപ്പനകൾ മുറുകെ പിടിക്കാൻ നമുക്ക് ദിനവിനെ നാണക്കേട്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താടി വെച്ച പോലെ താടി വെക്കാൻ നമുക്കെതിനെ നാണക്കേട്. അതിന് കളിയാക്കുന്നതോടെ ഒന്ന് പോയി പണി വെക്കണമെന്ന് നമുക്ക് പറഞ്ഞുകൂടെ? നിനക്കൊന്നും അറിയാഞ്ഞിട്ട എൻ്റെ റസൂലിനെ ഞാൻ പിന്തുടരുന്നത്, അങ്ങനെ വെറുതെ പിന്തുടരുന്നതല്ല, എൻ്റെ റസൂലിനെ മനസ്സിലാക്കിയ പറഞ്ഞപ്പോൾ നീയൊന്നും തലകുത്തി നിന്നാൽ പോലും നേടിയെടുക്കാത്ത കാര്യങ്ങൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നേടിയെടുത്ത എൻ്റെ നേതാവിനെ പിൻപറ്റിയില്ലെങ്കിലാണ് എനിക്ക് ബുദ്ധിമുട്ട് എന്ന് തുറന്നു പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. കഴിഞ്ഞില്ല, തുടങ്ങുന്നേ ഉള്ളൂ ഇവിടെ ബർക്കത്തുകൾ. അപ്പോൾ എന്നിട്ട് ഹലീമ ബി പറയാം, ഫബിത്ന ബിഖൈരി ലൈലത്തിൻ, അന്നത്തെ രാത്രി ഞങ്ങൾ അടിപൊളിയായിട്ട് ഉറങ്ങി, ഏറ്റവും നല്ല രീതിയിൽ ഉറങ്ങി. ഷിബാൻ, വയറ് നിറഞ്ഞിരുന്നു. വകുന്ന ലാ നനാമു ലൈലനാ മഅസിബിൻ, ഞങ്ങളുടെ കുട്ടി ഉള്ളതുകൊണ്ട് കഴിഞ്ഞ രാത്രികളിലൊന്നും ഞങ്ങൾ ഉറങ്ങിയിട്ടില്ലായിരുന്നു. ഇത് ഞങ്ങളുടെയും വയറ് നിറഞ്ഞു, ഞങ്ങളുടെ കുട്ടിയുടെയും വയറ് നിറഞ്ഞു. അവൻ കരച്ചിൽ നിർത്തി വളരെ നല്ല രീതിയിൽ ഉറങ്ങി, ഞങ്ങളും വളരെ നല്ല രീതിയിൽ ഉറങ്ങി. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു വന്നു. പിറ്റേന്ന് രാവിലെ യാത്ര തുടങ്ങി. ഞാനും എൻ്റെ കൂട്ടത്തിലുള്ള പെണ്ണുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നേരത്തെ പറഞ്ഞ അതേ പെൺകഴുതയുടെ മുകളിലാണ് ഞാനും യാത്ര ചെയ്യുന്നത്. ഫഹമലത്ഹുമായി, എന്നിട്ട് ആ പെൺകഴുതയുടെ മുകളിൽ കയറിയിട്ട് ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമെ ഞാൻ ആ പെൺകഴുതയുടെ മുകളിൽ എൻ്റെ മടിയിലേക്ക് എടുത്തു വെച്ചു. ഫവല്ലദീ നഫ്സു ഹലീമത്തിൻ ബിയദിഹി, ഹലീമയുടെ നഫ്സ് ഏതൊരു റബ്ബിൻ്റെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം, അല്ലാഹുവിൽ സത്യം. നേരത്തെ യാത്ര ചെയ്യാൻ കഴിയാതെ കാൽമുട്ടൊക്കെ പൊട്ടിയിട്ട് പിന്നിലായിട്ട് ഞങ്ങളെ പലപ്പോഴും അവർക്ക് കാത്തു നിൽക്കേണ്ടി വന്നെങ്കിൽ ഇപ്രാവശ്യം ലഖതഅതി റഖബ, അത് എല്ലാവരെയും ഓവർടേക്ക് ചെയ്തിട്ട് ഫസ്റ്റ് ആകാൻ തുടങ്ങി. ഹത്ത ഇന്ന നിസ്വത ലയഖുൽന, ബാക്കിലുള്ള സ്ത്രീകൾ ഞങ്ങളോട് പറയാൻ തുടങ്ങി, അംസിക്കി അലൈന, ഹലീമ ഒന്ന് നിക്ക്, സ്ലോ ആക്ക് എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക്. എന്തേ ചെയ്തിട്ടുള്ളൂ? അതിനും വേറെ ചികിത്സ ഒന്നും കൊടുത്തിട്ടില്ല. ഈ മുഹമ്മദ് എന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെടുത്ത് അതിനെ പുറത്തിരുന്നിട്ടേ ഉള്ളൂ. അവർ ചോദിക്കാൻ തുടങ്ങി, അഹാദിഹി അതാനുക്കല്ലത്തി ഖറജ്ത അലൈഹ, അല്ല ഹലീമ, നീ വന്നപ്പോൾ എടുത്ത അതേ വണ്ടി തന്നെയല്ലേ ഈ വണ്ടി, അതേ കഴുത തന്നെയല്ലേ ഇത് കഴുത, നീ മക്കത്തുനിന്ന് വേറെ കഴുതിയെ മാറ്റിയിട്ടൊന്നും ഇല്ലല്ലോ? ഫഖുൽതു നഅം, ഞാൻ പറഞ്ഞു അതേ കഴുത തന്നെ. ഫഖാലു ഇന്നഹ കാനത് ഖദ് അദ്മത് ഹീന അഖ്ബൽന ഫമാ ശഅനുഹ, ഇങ്ങോട്ട് വരുമ്പോൾ അതിൻ്റെ കാലൊക്കെ പൊട്ടിയിട്ട് വളരെ സ്ലോവിലായിരുന്നല്ലോ അത് പോയത്, ഇപ്പം അതിന് എന്ത് പറ്റി എന്ന് പറഞ്ഞപ്പോൾ
ഞാൻ അതിന് മറുപടിയായി പറഞ്ഞു, വേറൊന്നും പറ്റിയിട്ടില്ല, അതിന് വേറെ മാറ്റമൊന്നും പറ്റില്ല. പക്ഷേ വല്ലാഹി ഹമൽതു അലൈഹ ഗുലാമൻ മുബാറക്കൻ, അതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നില്ല. പക്ഷെ അതിൻ്റെ പുറത്ത് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് മാറ്റം വന്നു. അന്ന് ഞാൻ ഒറ്റക്കാണ് യാത്ര ചെയ്യുന്നിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ കൂട്ടത്തിൽ ഞാനൊരു മുബാറക്കായ ഒരു കുട്ടിയും കൂടി കൂടെ കൂട്ടിയിട്ടുണ്ട്. അതാണ് വ്യത്യാസം എന്ന് ഞാൻ അഭിമാനത്തോടുകൂടി പറഞ്ഞു എന്ന്. അങ്ങനെ അവർ ബനൂ സഅദ് ഗോത്രത്തിൻ്റെ അടുക്കലേക്ക് എത്തി. ഫഖറജ്ന ഫമസാല യസീദുന അല്ലാഹു ഫി കുല്ലി യൗമിൻ ഖൈറ. പിന്നെ അങ്ങോട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസം ഖൈർ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരുന്നു. ഞങ്ങൾ നാട്ടിലെത്തിയിട്ട് അവർ പറഞ്ഞല്ലോ ആടിനെ മേയിച്ച് ജീവിച്ചവരായിരുന്നു അവർ. അപ്പോൾ രാവിലെ ആകുമ്പം ആട്ടിടയന്മാർ എല്ലാ കുടുംബത്തിലെയും എല്ലാ വീട്ടിലെയും ആടിനെയും കൊണ്ട് മേയാൻ വേണ്ടി പോകും. വൈകുന്നേരം ആകുമ്പോഴത്തേക്കാണ് അവർ തിരിച്ചു വരിക. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് ബാക്കിയുള്ള ബനൂ സഅദ് ഗോത്രത്തിലെ എല്ലാ ആടുകളും വിശന്നൊട്ടിയ വയറുമായിട്ട് പാലൊന്നും ഇല്ലാതെ തിരിച്ചു വരുന്ന ഒരവസ്ഥ. പക്ഷേ എൻ്റെ ആടുകൾ മാത്രം രാവിലെ പോയാൽ വതറൂഹു ഗനമി ബിതാനൻ ഹുഫലൻ, വയറ് നിറഞ്ഞ് അകിട് മുഴുവൻ പാല് നിറഞ്ഞിട്ടാണ് വരിക. ഫനഹ്ലിബു വനശ്റബ്, ഞങ്ങളാണെങ്കിൽ പാല് കറക്കും, നല്ലപോലെ പാല് കുടിക്കും. ആളുകളൊക്കെ ഇത് കണ്ടിട്ട് പറയാൻ തുടങ്ങി, മാ ശഅനു ഗനമുൽ ഹാരിസ് ബിൻ അബ്ദുൽ ഉസ്സ, ഹാരിസ് ബിൻ അബ്ദുൽ ഉസ്സയുടെ കാട് മാത്രം എന്താ ഇങ്ങനെ? അവരെന്ത് ചെയ്തു? ആട്ടിടയന്മാരോട് ചൂടായിട്ട് ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊക്കെ ഇത് എവിടെ കൊണ്ടുപോയിട്ട് ആടിനെ മേയിക്കുന്നത്? നാളെ ഒരു കാര്യം ചെയ്യും, എവിടെയാണോ ഹലീമയുടെ ആട് മേയുന്നത് അവിടെ കൊണ്ടുപോയിട്ട് മേയിപ്പിക്കും. കാരണം എന്താ, ഫുള്ള് പിന്നെ ക്ഷാമത്തിൻ്റെ കാലഘട്ടമാണ്, വരൾച്ചയുടെ കാലം, എവിടെയും പുല്ലില്ല. അതുകൊണ്ട് ഹലീമയുടേത് മാത്രം വേറെ നിറഞ്ഞു വരുന്നുണ്ട്, അവരുടെ ബാക്കിലേ പോകും. അവരെവിടെയാണോ ആടിനെ മേയിപ്പിക്കുന്നത് അവിടെ കൊണ്ടുപോയിട്ട് ആടിനെ മേയിപ്പിക്കുക എന്ന് പറഞ്ഞു. പിറ്റേന്നും ആളുകളെല്ലാം കൂടിയിട്ട് ഹലീമ ബീവിയുടെ ആട് എവിടെയാണോ മേയുന്നത് അവിടെ കൊണ്ടുപോയി ആടിനെ മേയിപ്പിച്ചെങ്കിലും അന്ന് വൈകുന്നേരവും തിരിച്ചു വരുമ്പോൾ ഹലീമ ബീവിയുടെ ആട് മാത്രം വയറ് നിറഞ്ഞു. വതറൂഹു ഗനമുഹു ഫയസ്റഹൂന മഅഹു ഫമാ തറൂഹു ഇല്ലാ ജിയാഅൻ കമാ കാനത്. എന്നിട്ടും ഒരു മാറ്റവും ഇല്ല. ഹലീമ ബീവിയുടെ ആടുകൾ വയറ് നിറച്ച് തിരിച്ചു വരും, ബാക്കിയുള്ള ആടുകൾ വിശന്നൊട്ടിയ വയറുമായി പാലില്ലാതെ തിരിച്ചു വരും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ ഹലീമ ബീവി പറഞ്ഞ പോലെ മേയാൻ വിട്ട സ്ഥലത്തിൻ്റെ പ്രശ്നമല്ല, ആടുകൾ തിന്ന പുല്ലിൻ്റെ പ്രശ്നമല്ല, മറിച്ച് ഈ ആട് വരുന്ന വീട്ടിലൊരു മുബാറക്കായ കുഞ്ഞുണ്ട്. ആ കുഞ്ഞിൻ്റെ പവറാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില സമയത്ത് ഇങ്ങനെ ഒച്ചത്തിൽ വിളിച്ച് പറയണമെന്ന് തോന്നി, ഇതാണ് എൻ്റെ ഹബീബ്, ഇതാണ് എൻ്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞില്ല ഖുർആനിൽ, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സാലിഹൻ. വഖാല ഞാൻ മുസ്ലിമാണെന്ന് വിളിച്ചു പറയുന്നവനേക്കാൾ ഏറ്റവും നല്ല വാർത്ത പറഞ്ഞവൻ ആരുണ്ട് എന്നല്ലേ. അതേപോലെ ഞാൻ മുസ്ലിമാണ്, ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയാണ് എന്ന് വിളിച്ചു പറയാൻ തോന്നുന്ന ചില സന്ദർഭങ്ങളുടെ ചരിത്രത്തിൽ സീറയിൽ അതിൽപ്പെട്ട ഒന്നാണിത്. അങ്ങനെ പറയാം, വഖാന യശിബ്ബു ശബാബൻ മാ യശുബ്ബുഹു അഹദുൻ മിനൽ ഗൽമാൻ. ബാക്കിയുള്ള കുട്ടികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു പ്രത്യേക വളർച്ചയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർച്ച. ഒരാഴ്ച കൊണ്ട് വളരേണ്ടത്, ഒരു മാസം കൊണ്ട് വളരേണ്ടത് ഒരാഴ്ച കൊണ്ട് വളരുമായിരുന്നു. ഒരു വർഷം കൊണ്ട് വളരേണ്ടത് അതായത് ആ പ്രോട്ടീനും ആ ശുഷ്കാന്തിയും ആ ഒരു ഊർജ്ജമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് കിട്ടിക്കൊണ്ടിരുന്നു. ശാരീരികമായിട്ടും ബുദ്ധിപരമായിട്ടൊക്കെ ഭയങ്കര വളർച്ചയായിരുന്നു. ബാക്കിയുള്ള കുട്ടികൾക്കൊന്നും ഇല്ലാത്ത വളർച്ചയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനുണ്ടായിരുന്നു. അത് പറയുന്നുണ്ട്, യശുബ്ബു ഫിൽ യൗമി ശബാബസ്സന. ഒരു വർഷം കൊണ്ട് വളരേണ്ടത് ചിലപ്പോൾ ഒരു വർഷം കൊണ്ട് കിട്ടേണ്ടത് ഒരു ദിവസം കൊണ്ട് തന്നെ ചിലപ്പോൾ കിട്ടുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. 2 വർഷം കഴിഞ്ഞു, പാലുകുടിയുടെ സമയം കഴിഞ്ഞു, ഇനി തിരിച്ചു കൊണ്ടാക്കണ്ടേ, 2 വർഷമല്ലേ ഉള്ളൂ. അവർ പറയാം, ഹത്ത അഖ്ദംന മക്ക ഫഖുൽന, ഞങ്ങൾ മക്കയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ട് മക്കയിലെത്തിയപ്പോൾ ഈ പൊന്നുമോനെ ഇത് തിരിച്ചു കൊടുക്കണ്ടേ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് കുഷ്കു പറഞ്ഞ് വല്ലാഹി ലാ നുഫാരിഖുഹു അബദൻ വനഹ്നു നസ്തതി, ഈ കുട്ടിയെ വിട്ടുകൊടുക്കാൻ നമ്മളെ കൊണ്ടാവില്ല, എന്തെങ്കിലും പറഞ്ഞ് ആമിനെ കൺവിൻസ് ചെയ്തിട്ട് നമുക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകണം എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ ആമിനൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഭയങ്കര ബർക്കത്തുള്ള ഒരു കുട്ടിയാണ്, ഇവനെപ്പോലത്തെ ഒരു കുട്ടിയെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ട് ആമിന. എന്താ പ്രശ്നം? ഈ മക്കത്ത് ഭയങ്കര ഒരു രോഗം പരന്നിരിക്കാം. നിൻ്റെ ഈ മുബാറക്കായ കുട്ടിക്ക് ആ രോഗം വന്നിട്ട് ഇത്രയും നാൾ അവൻ ഉണ്ടാക്കിയെടുത്ത ആരോഗ്യമൊക്കെ നഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. അതുകൊണ്ട് രോഗമില്ലാത്ത ഞങ്ങളുടെ നാട്ടിൽ കുറച്ച് നാളും കൂടി നിർത്ത് എന്ന് പറഞ്ഞ് ആദ്യമൊന്നും ആമിന സമ്മതിച്ചില്ലെങ്കിലും, കാരണം ആമിന ബീവിക്ക് ഉണ്ടാവില്ല ആ പൊന്നുമോനോടുള്ള സ്നേഹം. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാധാരണ നമ്മൾ പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് മുമ്പ് ഉപ്പ മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിന് ശേഷം വെറും 6 വർഷം മാത്രമേ നബി തങ്ങൾക്ക് ഉമ്മയുടെ സ്നേഹം കിട്ടിയുള്ളൂ എന്ന് സാധാരണ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അത് തെറ്റാണ്. വരികൾക്കിടയിൽ വായിച്ചാൽ 6 വർഷം തികച്ച ഉമ്മയുടെ സ്നേഹവും കരുതലും ആസ്വദിക്കാനുള്ള ഭാഗ്യം നമ്മുടെ റസൂലിന് കിട്ടിയിട്ടില്ല. കാരണം എന്താ? ഏകദേശം 3 വർഷം അല്ലെങ്കിൽ 4 വർഷത്തോളം നബി തങ്ങൾ താമസിച്ചത് മക്കയിൽ നിന്ന് 100 അല്ലെങ്കിൽ 150 കിലോമീറ്റർ അപ്പുറം ബനൂ സഅദ് ഗോത്രത്തിൻ്റെ അടുക്കലായിരുന്നു.
ആ 4 വർഷം അല്ലെങ്കിൽ ആ 3 വർഷം ആ സ്നേഹം, ഉമ്മയുടെ ചൂടും സ്നേഹവും ഒന്ന് ആസ്വദിക്കാനുള്ള ഭാഗ്യം നിബിധങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ആലോചിച്ചാൽ വെറും 2 വർഷം മാത്രമാണ് പൂർണ്ണമായി ഒരു ഉമ്മയുടെ സ്നേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആസ്വദിച്ചത്. അപ്പോഴേക്കും ഉമ്മയെ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നഷ്ടപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ പിന്നെ പറയാം ഇൻഷാ അല്ലാഹ്. ഏതായാലും ഈ അസുഖങ്ങളൊക്കെ ഒന്ന് കഴിയട്ടെ, അതുവരെ അവൻ നമ്മൾ തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. ഫലം നസൽ ബിഹ, നമ്മൾ പറഞ്ഞ് ഹത്ത അതിനത്ത്, അവരങ്ങനെ സമ്മതിച്ചു എന്ന്. അതിനുശേഷം ഈ 2 വർഷത്തിന് ശേഷം പിന്നീട് ഞങ്ങൾ പോയി താമസിച്ചത് പിന്നീട് എത്ര വർഷം, അതായത് 4 വയസ്സ് വരെയാണോ അല്ല പിന്നീട് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ്, അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. നമ്മളിവിടെ സ്വീകരിക്കുന്നത് ഇബ്നു സഅദ് റഹിമഹുല്ല തന്നെ തബഖാത്തിൽ റിവായത്ത് ചെയ്യുന്ന 4 വയസ്സ് പ്രായം വരെ ബനൂ സഅദ് ഗോത്രത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നു എന്ന റിവായത്തിലാണ് നമ്മൾ ആസ്പദിക്കുന്നത്. പിന്നെ നിങ്ങൾ ഇനി വേറെ ചരിത്രം കേൾക്കുമ്പോൾ ഈ സംഭവം കഴിഞ്ഞ് 3 മാസത്തിന് ശേഷം അല്ലെങ്കിൽ 4 മാസത്തിന് ശേഷം അല്ലെങ്കിൽ നബിതങ്ങൾക്ക് 3 വയസ്സ് പ്രായമുള്ളപ്പം നബിതങ്ങൾ തിരിച്ചു വന്നു എന്ന് കേട്ടാൽ ആശ്ചര്യപ്പെടേണ്ട, അങ്ങനെ ഒരു റിവായത്തുണ്ട്. പക്ഷെ നമ്മൾ ആസ്പദിക്കുന്നത് 4 വയസ്സ് വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബനൂ സഅദ് ഗോത്രത്തിൻ്റെ അടുക്കൽ നിന്നു എന്ന റിവായത്ത്. അതിന് കാരണമുണ്ട്. അങ്ങനെ ഈ ഏകദേശം ഈ കുട്ടിക്ക് 4 വയസ്സായ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പിന്നീട് സഹീഹ് മുസ്ലിമിൻ്റെ ഒക്കെ റിവായത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്, അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയുന്നുണ്ട്, ഈ ഹദീസിലും പറയുന്നുണ്ട്, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹലീമയുടെ ആട്ടിൻകുട്ടികളുമായിട്ട് നബിയും നബി തങ്ങളുടെ കൂടെ ഈ സഹോദരനും അബ്ദുള്ള, അതിൻ്റെ ഇടയ്ക്ക് പറയാം, നമ്മൾ നേരത്തെ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ പാലുകൂടി സഹോദരന്മാരിൽപ്പെട്ട ഒരാൾ ഹംസ റളിയല്ലാഹു അൻഹു, പിന്നെ അബൂ സലമ റളിയല്ലാഹു, പിന്നെ ആമിന ബീവിയുടെ വീട്ടിലുണ്ടായിരുന്ന നബി തങ്ങളുടെ മുലകുടി സഹോദരിമാർ, ഒന്ന് ഈ അബ്ദുള്ള ഇബ്നുൽ ഹാരിസ് ഒരാൺകുട്ടി, പിന്നെ 2 പെൺകുട്ടികൾ കൂടി ഈ ഹലീമ ബീവിക്ക് ഉണ്ടായിരുന്നു. അതിലൊന്ന് ഉനൈസ, പേര് പറഞ്ഞത് ഉനൈസ ബിൻതുൽ ഹാരിസ്, പിന്നെ ഒന്ന് ഹുദാഫ ബിൻതുൽ ഹാരിസ്, അവരാണ് ഷെയ്മ എന്നറിയപ്പെടുന്നത്. പിന്നീട് അവരുടെ ചരിത്രം ഹുനൈൻ യുദ്ധത്തിൻ്റെ സമയത്തൊക്കെ വരുന്നുണ്ട്, നമുക്കവിടെ പറയാം ഷെയ്മ. ഈ ഷെയ്മ കുറച്ച് പ്രായം കൂടിയ പെൺകുട്ടിയായിരുന്നു ഒന്ന്. ഈ ഷെയ്മയും ഉമ്മയെ പോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭയങ്കരമായിട്ട് നോക്കിയ ഒരു പെൺകുട്ടിയായിരുന്നു. അങ്ങനെയാണല്ലോ, നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു കുറച്ച് പ്രായമുള്ള പെൺകുട്ടി ഉണ്ടെങ്കിൽ ഉമ്മാക്ക്, ആ പെൺകുട്ടിയുടെ ഉമ്മാക്ക് ഒരു ചെറിയ കുട്ടി ജനിച്ചാൽ പിന്നെ ആ കുട്ടിയായിരിക്കും ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നത്, ഭയങ്കര കളിക്കിയതാക്കിയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ഇത്താത്തയുടെ സ്ഥാനത്ത് നിന്നിട്ട് ഭയങ്കര സ്നേഹം കൊടുത്തൊരു സ്ത്രീയായിരുന്നു ഷെയ്മ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരന്മാരെ എത്ര പേരെന്ന് ചോദിച്ചാൽ ആണുങ്ങളിൽ 3 പേര്, ഹംസ റളിയല്ലാഹു അൻഹു, അബൂ സലമ റളിയല്ലാഹു അൻഹു, അബ്ദുള്ള ഇബ്നുൽ ഹാരിസ്. പെൺകുട്ടികളിൽ 2 പേര്, ഒന്ന് ഷെയ്മ എന്നറിയപ്പെടുന്ന ഹുദാഫ എന്ന സ്ത്രീയും പിന്നെ ഉനൈസ ബിൻതുൽ ഹാരിസ്, ഇവർ 2 പേരാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കളിക്കൂട്ടുകാരാണ് ഈ അബ്ദുള്ള പറയാ. അപ്പോൾ പിന്നെ അബ്ദുള്ളയായിട്ട് ഒരു ആട്ടിൻകുട്ടികളെ കൂട്ടിയിട്ട് പോയിട്ട് അവിടെ ഇങ്ങനെ താഴ്വാരത്ത് റസൂലുള്ള കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഏകദേശം 4 വയസ്സായത്. കാരണം ആട്ടിൻകുട്ടിയുമായിട്ടൊക്കെ പോയി കളിക്കണമെങ്കിൽ എന്തായാലും 2 വയസ്സുള്ള കുട്ടിക്ക് സാധിക്കില്ലല്ലോ. അപ്പോൾ 4 വയസ്സുള്ള റിവായത്ത് നമ്മൾ എടുക്കാനുള്ള കാരണം ഈ ആട്ടിൻകുട്ടിയുമായിട്ട് പോയി കളിക്കുന്ന സമയത്താണ് ഈ സംഭവം നടന്നതെന്ന് മുസ്ലിമിൻ്റെ റിവായത്തിലേക്ക് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്നുണ്ട് ഹലീമ ബീവിയുടെ അടുക്കലേക്ക് ഈ മകൻ ഓടി വരുന്നു. ഉമ്മ ഉമ്മ ഉമ്മ, നമ്മുടെ ഖുറൈശി സഹോദരനെ ഓടിപ്പോയി നോക്കുക, അവൻ എന്ത് പറ്റി, ആരൊക്കെയോ വന്ന് അവനെ പിടിച്ച് കിടത്തി എന്തൊക്കെയോ ചെയ്യുന്നത് ഞാൻ കണ്ടു, നിങ്ങൾ ഓടിപ്പോയി രക്ഷിക്കണേ എന്ന് പറഞ്ഞു. ഹലീമ ബീവിയും ഹാരിസും പേടിച്ചു വിറച്ച് അവരോടി കുട്ടിയുടെ അടുക്കലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബി തങ്ങളുടെ മുഖത്തിൻ്റെ നിറയൊക്കെ ഇങ്ങനെ മാറി പേടിച്ചരണ്ടിരിക്കുക. അവർ ഹലീമ ബീവി പറയും, ഞാൻ ഓടിച്ചത് ഫലമ്മാറ ആന അജ്ഹശ ഇലൈന വബക, ഞങ്ങളെ കണ്ടപ്പോൾ ഞങ്ങളുടെ അടുക്കലേക്ക് ഓടി വന്ന് അവൻ പൊട്ടിക്കരയാൻ തുടങ്ങി. ഫൽതസംതുഹു അന വ അബൂഹു ഫളമംനാഹു ഇലൈന, ഞങ്ങൾ 2 പേരും അവനെ ഞങ്ങളുടെ അടുത്തേക്ക് ചേർത്ത് കെട്ടിപ്പിടിച്ചു. മാലക ബി അബി വ ഉമ്മി, എന്ത് പറ്റി മോനെ എന്ന് ചോദിച്ചു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 വെളുത്ത വസ്ത്രം ധരിച്ച ആളുകൾ എൻ്റെ അടുക്കിലേക്ക് വന്നു, അവരെന്നെ കിടത്തി, എൻ്റെ വയറ് കീറി, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ സാധനം പുറത്തേക്കെടുത്തു, ഒരു കറുത്ത സാധനം പുറത്തേക്കെടുത്ത് അതിനെ അവർ വലിച്ചെറിഞ്ഞു. ഹാദാ ഹദ്ദു ഷൈത്താനി മിൻക്, നിന്നിൽ നിന്നുള്ളത് ഷെയ്ത്താൻ്റെ ഓഹരിയാണ് ഇത് എന്ന് പറഞ്ഞിട്ട് അവരതിനെ എടുത്തു വലിച്ചെറിഞ്ഞു. എന്നിട്ട് എൻ്റെ ഉള്ളിൽ തണുത്ത വെള്ളം കൊണ്ട് അല്ലെങ്കിൽ സംസം വെള്ളം കൊണ്ട് കഴുകി, എന്നിട്ട് എൻ്റെ ഹൃദയവും ഒന്ന് തണുത്ത വെള്ളം കൊണ്ട് ഒരു വെള്ളിയുടെ പാത്രത്തിലിട്ട് കഴുകി, അതിനുശേഷം അതിനെ ഉള്ളിൽ വെച്ചു. അവരതിനെ തുന്നിക്കൂട്ടി അതിൻ്റെ മേൽ നുബുവത്തിൻ്റെ സീലും വെച്ചു. ഇത് പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സംഭവം കൂടിയാണ്. നുബുവത്തിൻ്റെ സീലും വെച്ച് അവർ തിരിച്ചുപോയി. ഇതെല്ലാം കേട്ടിട്ട് ഇവരാകെ അത്ഭുതപ്പെട്ടിരിക്കുന്നു. ഈ സമയത്ത് ഈ ഹാരിസ് പതുക്കെ ഹലീമ ബീവിയെ സൈഡിലേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് പറഞ്ഞു, വല്ലാഹി മാ അറാനി ഇബ്നി ഇല്ലാ വഖത്ത് ഉസീബ, സംഭവം എൻ്റെ മോന് ജിന്നുബാധ ഏറ്റിട്ടുണ്ട്. നമ്മളുടെ അതേ സ്വഭാവം, എന്തെങ്കിലും അദൃശ്യമായ കാര്യങ്ങൾ നടന്നു അപ്പോഴത്തേക്ക് ജിന്നിൻ്റെ തലയിലിട്ട്. അപ്പോൾ എൻ്റെ മകന് എന്തോ ഒരു ജിന്നുബാധ ഏറ്റിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്, പ്രേതബാധ ഏറ്റിട്ടുണ്ട്. ഇൽഹിഖി ബി അഹ്ലിഹി ഫറുദ്ദീഹി ഇലൈഹിം ഖബ്ല അൻ യൽഹറ ലഹു മാ നതഖവഫു മിൻഹു,
അതിൻ്റെ അടയാളങ്ങളൊക്കെ ഇങ്ങനെ പുറത്ത് കാണിച്ചിട്ട് ഇനി വല്ലാതെ വയലൻ്റ് ആകുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് ഉമ്മാനെ കൊണ്ട് ഏൽപ്പിച്ചോ. അതേ വാക്കാട്ട പറഞ്ഞ്. ഇനിയിപ്പം പ്രേതബാധ ഏറ്റ സ്ഥിതിക്ക്, ജിന്നുബാധ ഏറ്റ സ്ഥിതിക്ക് ഇനി ഇവൻ വയലൻ്റ് ആവും, എന്തൊക്കെയോ വിളിച്ചു പറയാൻ തുടങ്ങും. ഞാൻ റിവായത്താണ് കേട്ടോ, ഇബ്നു ഇസ്ഹാഖിൻ്റെ റിവായത്താണ്. ഇനി അതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് തന്നെ അവൻ്റെ ഉമ്മയെ നമുക്ക് കൊണ്ടുപോയി ഏൽപ്പിക്കാം എന്ന് പറഞ്ഞു. ഇത് എത്രാമത്തെ വയസ്സിലാണ് നടക്കുന്നത്? ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു റിവായത്ത് പ്രകാരം 4-ാമത്തെ വയസ്സിലാണ് നടക്കുന്നത്. അങ്ങനെ ഫഹ്തമൽനാഹു ഫഖദിംനാ ബിഹി അലാ ഉമ്മിഹി, ആ കുട്ടിയെയും ചുമന്നുകൊണ്ട് ഞങ്ങൾ അവൻ്റെ ഉമ്മയുടെ അടുക്കലേക്ക് വന്നു. അപ്പോൾ ഫലമ്മ റഅത്ന, അപ്പം നമ്മൾ വന്നു. അപ്പോൾ ഫലമ്മ റഅത്ന അൻകറത്ന ഷഅനന, റിവായത്താണ്, ഞങ്ങളെ കണ്ടപാട് ആമിന ബിക്ക് എന്തോ ഒരു ഡൗട്ട് അടിച്ചു. ഇത് നല്ല വരവല്ലല്ലോ. അവർ ചോദിച്ച്, എന്ത് പറ്റി? മാ റജഅകുമാ ഖബല ബിഹി ഖബല അൻ അസ്അലകുമാ, ഞാൻ അവനെ ആവശ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെ എന്താ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? വഖദ് കന്തുമാ ഹരീസൈനി അല ഹബ്സിഹി, അവനെ പിടിച്ചു വെക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഭയങ്കര ആവേശമായിരുന്നല്ലോ. ഫഖുൽനാ ലാ ശൈഅ ഇല്ലാ അൻ ഖലല്ലാഹു റളഅ വസിർനാ മാ നറ, പ്രത്യേകിച്ചൊന്നുമില്ല, മുലകൂടി പ്രായമൊക്കെ കഴിഞ്ഞില്ല, ഇനി എന്തിനാ നമ്മൾ അവിടെ നിർത്തുന്നത്? അങ്ങനെ വന്നതാണ്. അവർ പറഞ്ഞു അങ്ങനെയല്ല, എന്തോ ഒരു കാര്യമുണ്ട്, പറയെന്ന് പറഞ്ഞ് ഞങ്ങൾ നിർബന്ധിച്ചപ്പോൾ നടന്ന സംഭവം ഞങ്ങൾ പറഞ്ഞു. എന്നിട്ട് അവർ പുഞ്ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഖദ് ഉസീബ ഇബ്നി, എൻ്റെ മകൻ എന്തോ ബാധയേറ്റു എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഉമ്മ ചോദിക്കുക. ബാധൻ. വല്ലാഹി കല്ല വല്ലാഹി ലാ യസ്നഉല്ലാഹു ദാലിക ബിഹി, ഒരിക്കലുമില്ല, എൻ്റെ മോന് ഒരിക്കലും അങ്ങനെയുള്ള ഒരു പിശാചിൻ്റെ ബാധ ഏൽക്കുകയേയില്ല. ഇന്ന ലിബ്നി ലശഅനൻ, എൻ്റെ മകന് വലിയൊരു കാര്യമുണ്ട്, വലിയൊരു മഹത്വം ഉണ്ടാവും പിന്നീട് ഭാവിയിൽ. കാരണം എന്താണെന്ന് അറിയോ? അതിനുശേഷമാണ് അവർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ജനന സമയത്തും ഗർഭസ്ഥ ശിശുവായിരിക്കുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്ന അത്ഭുതങ്ങൾ ഹലീമ ബിവിയോട് പറയുന്നത്. മനസ്സിലായില്ലേ? ഞാൻ ഗർഭം ചുമന്ന സമയത്ത് വളരെ മയമായ രീതിയിൽ എനിക്ക് അനുഭവപ്പെട്ടു. അതിനുശേഷം ഞാൻ പ്രസവിച്ച സമയത്ത് കൈകുത്തിയിട്ടാണ് വീണത്, തല മുകളിലേക്ക് ഉയർത്തി, തുടങ്ങിയ കുറച്ച് കാര്യങ്ങളില്ലേ, ആ സമയത്താണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കുട്ടി, അത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് എന്തോ വലിയ ബറക്കത്ത് ലഭിച്ച കുട്ടി, അള്ളാഹുവിൻ്റെ നോട്ടമുള്ള കുട്ടിയാണ്. അവിടെ ജിന്ന് ബാധിച്ചതൊന്നും നിങ്ങൾ പേടിക്കാൻ വേണ്ട, എൻ്റെ മകനെ അതൊന്നും ഒരു തരത്തിലുള്ള ഉപദ്രവവും ഉണ്ടാക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് ആമിന ബീവി അവരെ തിരിച്ച് സ്വീകരിച്ചു. അങ്ങനെ ഹലീമ ബീവിയുമായിട്ടുള്ള ആ ഒരു ബന്ധം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഓർക്കണം, ഹലീമ ബീവിയുടെ അവിടെ 3 സഹോദരന്മാരാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായത്. ഒന്ന് അബ്ദുള്ള, ഉനൈസ, പിന്നെ ഹുദാഫ എന്നറിയപ്പെടുന്ന ഷീമ അല്ലെങ്കിൽ ഷെയ്മ എന്ന് പറഞ്ഞ സ്ത്രീയാണ്. അവരെക്കുറിച്ചുള്ള പരാമർശം പിന്നീട് വരുന്നുണ്ട്. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 വർഷം കൂടി ഉമ്മയുടെ കൂടെ താമസിച്ചു. ഈ 2 വർഷത്തെ താമസിച്ചതിന് ശേഷം ഒരിക്കൽ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂട്ടിയിട്ട് ഉപ്പയുടെ കുടുംബക്കാരധികവും, നമ്മൾ പറഞ്ഞു അബ്ദുൽ മുത്തലിബ് എവിടെ നിന്നാണ് വരുന്നത്? മദീനത്ത് നിന്നാണ്. അപ്പോൾ ഉപ്പയുടെയും ഉപ്പാപ്പയുടെയും ഒക്കെ കുടുംബക്കാരധികവും താമസിച്ചിരുന്ന, അതിലും അപ്പുറം ഉപ്പയുടെ ഖബറുള്ള മദീനത്തേക്ക് ഒരു യാത്ര കൊണ്ടുപോയി, ഒരു ടൂർ കൊണ്ടുപോയി മകനെ. ആരൊക്കെ ഉണ്ട് യാത്രയിൽ? ആമിന ഉണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ട്, ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ ഉണ്ട്. ഇവർ 3 പേരും ആ മദീനത്തേക്ക് യാത്ര പോവുകയാണ്. ആ യാത്ര പോയി അവിടെ എന്തൊക്കെ സംഭവിച്ചു, അതിനുശേഷം യാത്രയിൽ നിന്ന് മടങ്ങി വരുന്ന സമയത്ത് എന്തൊക്കെ സംഭവിച്ചു, വീണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് ഇരുട്ട്, വിഷമം, ദുഃഖം ഏതൊക്കെ രീതിയിലാണ് കടന്നു വന്നത്, അതിനെ നിമിത്തങ്ങൾ എങ്ങനെ തരണം ചെയ്തു എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പരീക്ഷ വരുമ്പം നല്ല രീതിയിൽ തയ്യാറായി പ്രിപ്പയർ ആയിട്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും, ഉത്തരം ഓപ്ഷനായിട്ടും ഉണ്ടാവും. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കത് ചെയ്യാൻ വേണ്ടി പറ്റും. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്തിട്ട് അത് ചെയ്യാനും വേണ്ടി ശ്രമിക്കാം. ഒരു സംഭവം കൂടി വേണമെങ്കിൽ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനത്തിൽ ഒരു വളരെ മനോഹരമായ ഒരു സംഭവം പറഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരുടെ ആ രസകരമായ ആ ഒരു അനുഭവം, നമുക്കൊക്കെ അത് കിട്ടാത്തതിലുള്ള വിഷമം, അതൊക്കെ മനസ്സിലാക്കി തരുന്ന രസകരമായ ഒരു അനുഭവം പറഞ്ഞിരുന്നു. അപ്പോൾ സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആ രസം അനുഭവിച്ച, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം ഉൾക്കൊണ്ട ആ സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം നബിയുടെ മരണശേഷം അവർക്കുണ്ടായിരുന്ന ഒരേ ഒരു ആഗ്രഹം എത്രയും പെട്ടെന്ന് മരിച്ചിട്ട് ആ ഹബീബിൻ്റെ അടുക്കൽ ചെന്ന് ചേരണമെന്നായിരുന്നു. അതിന് വേണ്ടി നമ്മൾ ഭാര്യമാരെ അതിന് തമ്മിൽ മത്സരം വെച്ച കഥയൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. ആരാദ്യം മരിക്കുമെന്ന് പറഞ്ഞിട്ട് മത്സരിക്കുന്ന കഥയൊക്കെ. ഭാര്യമാരാകട്ടെ നബി തങ്ങളുടെ സഹാബാക്കളാകട്ടെ എത്രയും പെട്ടെന്ന് മരിച്ചിട്ട് എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ചെന്ന് ചേരാം എന്നതായിരുന്നു അവർ ഏറ്റവും കൂടുതലായിട്ട് ആലോചിച്ചിരുന്നത്. യർമൂക്കിൻ്റെ രണാങ്കണത്തിൽ പേർഷ്യക്കാർക്കെതിരെയുള്ള യുദ്ധത്തിൽ, പേർഷ്യക്കാർക്കെതിരെ അല്ലെങ്കിൽ റോമക്കാർക്കെതിരെയുള്ള യുദ്ധത്തിൽ, അന്നത്തെ സാമ്രാജ്യ ശക്തികളിൽ 2-ൽ ഒരാൾക്കെതിരെയുള്ള യുദ്ധത്തിൽ ഏകദേശം 25,000 പേരോളം ഉള്ളൂ മുസ്ലിമീങ്ങൾ. പക്ഷേ മുസ്ലിമീങ്ങളെ കാട്ടി 10 ഇരട്ടി അല്ലെങ്കിൽ 2 ലക്ഷത്തിൽ ചില്ലറ ആളുകളുണ്ട് ശത്രുക്കൾ.
മുസ്ലിമീങ്ങൾ ആകെ 25,000 പേരേ ഉള്ളൂ. ശത്രുക്കൾ 2 ലക്ഷത്തി ചില്ലറ ആളുകളുണ്ട്, 2,50,000 ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ശത്രുക്കൾക്കെതിരെ ഏറ്റുമുട്ടാൻ വേണ്ടി ഇരു സൈന്യവും ഇങ്ങനെ മുഖാമുഖം നിൽക്കുക. നമ്മൾ വോയിസിൽ ഓൾറെഡി ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. മുഖാമുഖം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന റിവായത്തിൽ കാണാം, ഒരു സാധാരണക്കാരനായ ഒരു സഹാബിയോ അല്ലെങ്കിൽ സഹാബി അല്ലാത്ത ഒരു മുസ്ലിമോ, സാധാരണക്കാരനായ ഒരാൾ, സഹാബിയാണോ എന്ന് ഉറപ്പില്ല, അയാൾ അന്നത്തെ കമാൻഡർമാരിൽ ഒരാളായിരുന്ന അബൂ ഉബൈദത്ത് ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം അബൂ ഉബൈദ ജറാഹിനോട് പറയാം റളിയല്ലാഹു അൻഹു, ഇന്നി ഖദ് തഹയ്യഅതു ലി അംരി, ഞാൻ എല്ലാം റെഡിയായി കഴിഞ്ഞു കേട്ടോ. അതായത് റെഡിയായി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏകദേശം നാളെ യുദ്ധം തുടങ്ങിയ ഉടനെ ഏറ്റവും ആദ്യത്തിൽ തന്നെ ഞാൻ മരിക്കുമെന്ന് എനിക്ക് ഏകദേശം ഉറപ്പായി. അതായത് ഈ തഹയ്യഅതു ലി അംരിയുടെ അർത്ഥം ഞാൻ ആദ്യം തന്നെ മരിക്കുമെന്ന് എനിക്ക് ഏകദേശം ഉറപ്പായി. അങ്ങനെയാണെങ്കിൽ അപ്പോൾ അയാൾ മരിക്കുമെന്ന് ഉറപ്പിച്ചു. അതും യുദ്ധം തുടങ്ങിയ ഉടനെ ഫസ്റ്റ് തന്നെ അയാൾ മരിക്കുമെന്ന് ഉറപ്പിച്ചതിന് ശേഷം അടുത്ത റിക്വസ്റ്റ് എന്താണെന്നറിയോ? നേതാവിൻ്റെ അടുക്കൽ വന്നിട്ട് ഒരു റിക്വസ്റ്റ് പറയാം. മരിക്കുമെന്ന് ഉറപ്പായ അയാളുടെ റിക്വസ്റ്റ് അല്ലെങ്കിൽ അയാളുടെ ചോദ്യം, ഫഹല്ലക മിൻ ഹാജത്തിൻ ഇലാ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഞാൻ നാളെ ആദ്യം തന്നെ മരിച്ചു പോയാൽ ഞാൻ നാളെ എത്തിയിട്ട് റസൂലുള്ളാഹിനെ കാണുമ്പോൾ നിനക്ക് എന്തെങ്കിലും ആവശ്യം പറയാനുണ്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബാക്ക് കഥ വെച്ചു. ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും, ഏകദേശം മദീനത്ത് നിന്ന് ഇവർ യാത്ര പുറപ്പെട്ടിട്ട് ഒരു 3-4 മാസമായിട്ടുണ്ടാവും അല്ലേ? 3-4 മാസമായിട്ടുണ്ടാവും. അയാൾക്ക് അവിടെ ഭാര്യയും മക്കളൊക്കെ ഉണ്ടാവും. നാളെ മരിക്കുമെന്ന് ഉറപ്പായ ആൾ നേരെ കമാൻഡർ അടുക്കലേക്ക് വന്നിട്ട് ഒരു ആവശ്യം പറയുമ്പോൾ എന്താ പറയേണ്ടത്? നാളെ ഞാൻ ഫസ്റ്റ് തന്നെ മരിക്കാൻ സാധ്യതയുണ്ട്, അങ്ങനെയാണെങ്കിൽ മദീനത്ത് എൻ്റെ മക്കളുണ്ട്, ഭാര്യയുണ്ട്, മക്കളിൽ 3 പെൺകുട്ടികളാണ്, അവരെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹുവിനോട് പറയണേ, അല്ലെങ്കിൽ അബൂബക്കർ റളിയല്ലാഹുവിനോട് പറയണേ, അല്ലെങ്കിൽ പിന്നെ എൻ്റെ വീട്ടിൻ്റെ പണി കുറച്ചും കൂടി തീരാനുണ്ട്, അതൊന്ന് സേഫായാൽ പിന്നെ എനിക്ക് വേറെ പേടിയൊന്നുമില്ല. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് പറയണ്ടേ. അതൊന്നും ഒരു ചിന്തയേ ഇല്ല. അതും വെറുതെ നമ്മൾ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് ഡയലോഗ് റെഡിയാക്കിയിട്ട് വരുന്നതല്ല, മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കാ. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഹല്ലക മിൻ ഹാജത്തിൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നാളെ മരിച്ചാൽ ഞാൻ റസൂലിനെ കാണും, അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിനക്ക് എന്തെങ്കിലും ആവശ്യം പറയാനുണ്ടോ എന്ന് ചോദിച്ചു. ഈ ചോദ്യത്തെ നമ്മളവിടെ ഒക്കെ ചോദിച്ചാൽ പിന്നെ എന്ന് പറഞ്ഞ് നമ്മൾ കളിയാക്കുമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. ഈ ചോദ്യത്തെ അതിൻ്റെ അതേ സീരിയസ്നെസ്സിനോടുകൂടി അബൂ ഉബൈദ ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു എടുത്ത് അദ്ദേഹം പറഞ്ഞു, നഅം, എനിക്ക് ഒരു കാര്യം, തുക്രിഉ അന്നി അസ്സലാം, ആദ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്നിൽ നിന്നുള്ള സലാം അറിയിക്കണം. നബിയെ, അബൂ ഉബൈദ സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് നീ പറയണം. അതിനുശേഷം പറയണം, ഇന്നാ വജദ്നാ മാ വഅദനാ റബ്ബുനാ ഹഖ്ഖാ, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ റബ്ബ് ഞങ്ങളോട് വാഗ്ദാനം ചെയ്ത മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾക്ക് ഇന്ന് കിട്ടി കേട്ടോ എന്ന് റസൂലിനെ അറിയിക്കണം. അങ്ങയുടെ നാവിലൂടെ റബ്ബിൽ നിന്നുള്ള പല വാഗ്ദാനങ്ങളും ഞങ്ങൾക്ക് കേൾപ്പിച്ചിരുന്നു. പേർഷ്യ കീഴടക്കും, കിസ്ര കീഴടക്കും, കൈസർ കീഴടക്കും, റോമക്കാരുടെ മുട്ട് ഞങ്ങൾക്ക് മുന്നിൽ വിറവിറക്കും, ഞങ്ങൾക്ക് ലോകത്തിൻ്റെ കടിഞ്ഞാൺ അള്ളാഹു തരും എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പല വാഗ്ദാനങ്ങളും അങ്ങയുടെ തിരുനാവ് കൊണ്ട് ഞങ്ങളെ അറിയിച്ചിരുന്നു. അതൊന്നും കണ്ടു തീർക്കാനുള്ള സമയമില്ലാതെ അങ്ങ് ഞങ്ങളെ തൊട്ട് യാത്രയായെങ്കിലും ഖദ് വജദ്നാ മാ വഅദനാ റബ്ബുനാ ഹഖ്ഖ, ഞങ്ങളുടെ റബ്ബ് ഞങ്ങളോട് വാഗ്ദാനം ചെയ്ത മുഴുവൻ കാര്യങ്ങളും സത്യമായി പുലർന്നു നബിയെ എന്ന് നീ ഒന്ന് അറിയിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ചരിത്രത്തിൽ ബാക്കിയായിട്ട് വരുന്നുണ്ട്. പിറ്റേ ദിവസം ആദ്യത്തെ ഏറ്റുമുട്ടലിൽ തന്നെ ഇദ്ദേഹം ഇറങ്ങി പോരാടി ബാക്കിയുള്ളവരെയൊക്കെ തുരുത്തി അവസാനം ആദ്യമായി ഷഹീദായ ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ ഈ മനുഷ്യനായിരുന്നു. അദ്ദേഹം പോയി. സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ശേഷം ഈ ഒരു ചിന്തയുള്ളൂ, എങ്ങനെ അവിടെ എത്താം, എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാം. അതിലും ആ ചിന്തയിൽ മാത്രമായിരുന്നു അവർ ജീവിച്ചിരുന്നത്. ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടിയിരുന്ന ആളുകൾ ഭയങ്കര കരച്ചിൽ. അദ്ദേഹം ബോധം പോകുന്നുണ്ട്, പിന്നെ ബോധം തെളിയുന്നുണ്ട്. ഇടയ്ക്ക് ബോധം തെളിഞ്ഞപ്പോൾ ചുറ്റും കൂടിയിരുന്ന് കരയുന്ന ഭാര്യയും മക്കളെയൊക്കെയാണ് അദ്ദേഹം കണ്ടത്. ചിരിച്ചുകൊണ്ട് അവരോട് ചോദിച്ചു, നിങ്ങളെന്തിനാണ് കരയുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കരയേണ്ട ദിവസമല്ല, പെരുന്നാളിൻ്റെ ദിവസമാണ്, സന്തോഷത്തിൻ്റെ ദിവസമാണ്, ആഹ്ലാദിക്കേണ്ട ദിവസം. എന്താ? ഗദൻ നൽഖാ മുഹമ്മദൻ വസഹ്ബഹ്, ഗദൻ നൽഖാ മുഹമ്മദൻ വസഹ്ബഹ്. കാരണം നാളെ ഞാൻ എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും എൻ്റെ പ്രിയപ്പെട്ട സഹാബാക്കളെയും കാണാൻ വേണ്ടി പോവുക. അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കേണ്ട ദിവസമല്ലേ, ചിരിക്കേണ്ട ദിവസം, നിങ്ങൾ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചു. ഈ ഒരു മുഹബ്ബത്തിൻ്റെ ലെവലിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ എത്തും. ഇത് സഹാബാക്കൾക്ക് മാത്രം അല്ലാഹ് കൊടുക്കുന്ന ഭാഗ്യമൊന്നുമല്ല, എത്തും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഈ സീറ പഠനം എന്നുള്ളത്. അള്ളാഹുവോട് എത്തിക്കുമാറാകട്ടെ. അപ്പോൾ വെറും ചരിത്രം കേട്ട് പോവുക, കഥകൾ കേട്ട് പോവുക എന്നതിലുപരി നമ്മൾ എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ ഇത് തുടങ്ങിയത് ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് പരിശോധിച്ച് നോക്കണം. ആ പരിശോധിച്ചാൽ തന്നെ മതി ഇൻഷാ അല്ലാഹ്. ആ നിയത്തോടുകൂടി തന്നെ ഓരോ ക്ലാസ് ഇങ്ങനെ തുറന്ന് വെക്കുമ്പോഴും, അള്ളാഹുവേ
ഞാനിത് കേൾക്കുന്നത് ഇപ്പോൾ റമദാനാണ്, അല്ലെങ്കിൽ വേറെ പിന്നെ കോമഡി നോക്കാൻ പറ്റൂല, വേറെ പിന്നെ വ്ളോഗുകളൊന്നും നോക്കാൻ പറ്റൂല, കുറച്ച് ശ്രദ്ധിക്കണം, അപ്പോൾ പിന്നെ ഏതായാലും നബിതങ്ങളുടെ ചരിത്രം കേട്ടേക്കാം എന്ന് പറഞ്ഞ ടൈം പാസിന് വേണ്ടിയല്ല ഞാൻ കേൾക്കുന്നത്. ഞാൻ എൻ്റെ സമയം മെനക്കെടുത്തിയിട്ട് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുന്നത് കേൾക്കുന്നത്. എൻ്റെ റസൂലിനോട് എനിക്ക് ഹുബ്ബ് വരണം, ആ ഹുബ്ബ് ഇത്തിബായിലേക്ക് എന്നെ എത്തിക്കണം. ആ ഇത്തിബാ നാളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എന്നെ കൊണ്ടെത്തിക്കണം. സഹാബാക്കൾക്കുണ്ടായതുപോലെ എങ്ങനെ നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗ്ഗത്തിൽ കഴിയാമെന്ന ചിന്ത എന്നെ അലട്ടണം, അതെന്നെ എൻ്റെ ഉറക്കം കെടുത്തണം. ആ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെ നമ്മൾ കേൾക്കണം. ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്. കാരണം നമ്മുടെ നീയത്തിന് വലിയ പിന്നെ പ്രാധാന്യമുണ്ട്. നമ്മുടെ നീയത്ത് എന്താണോ അതാണ് നമ്മുടെ പ്രവർത്തനങ്ങളിൽ അസർ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പോൾ ആ രീതിയിലുള്ള നീയത്താക്കി മാറ്റി തീർക്കുമാറാകട്ടെ. ചെറിയ ശ്രമങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് അള്ളാഹു വലിയ കാരണം. ഷക്കൂർ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഒരു നാമമാണ് ഷക്കൂർ. എന്താ അതിൻ്റെ അർത്ഥം? ചെറിയ പ്രവർത്തനങ്ങൾക്ക് വലിയ റിവാർഡ് നൽകുന്നവനാണ്, നന്ദി കാണിക്കുന്നവനാണ് നമ്മൾ സാധാരണ വെക്കുക. അതിൻ്റെ വിശദീകരണമായിട്ട് മഹാന്മാർ പറയും, ചെറിയ പ്രവർത്തനം അല്ലേ, ഒരു ചാണെടുത്താൽ ഒരു മുഴ എടുക്കും, ഒരു മുഴ എടുത്താൽ ഒരു മാറെടുക്കും, നടന്നു പോയാൽ ഓടിങ്ങ് വന്നോളൂ അള്ളാഹു. അപ്പോൾ ചെറിയൊരു ശ്രമം നമ്മൾ നടത്തിയാൽ ബാക്കി അള്ളാഹു ഏറ്റെടുത്ത് ചെയ്തോളും. അള്ളാഹു ആ രീതിയിൽ കബൂലാക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.